മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് ഒരു കോപ്പിയടി ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. 1993 റിലീസായ മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് 1985 ഇറങ്ങിയ വിജനവീഥി എന്ന നോവലുമായി വളരെ സാദൃശ്യമുണ്ട്. 1985 കുങ്കുമം എന്ന മാഗസിനിലാണ് വിജനവീഥി ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1987 പുസ്തകമായി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. വിജനവീഥി എന്ന നോവൽ എഴുതിയത് അശ്വതി തിരുനാൾ എന്ന എഴുത്തുകാരനാണ്. എന്നാൽ 1993 മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസായപ്പോൾ ആരും ഇത് ഐഡന്റിഫൈ ചെയ്തില്ല. കാരണം വേറൊന്നുമല്ല, വിജനവീഥി എന്ന നോവൽ ഒരു പരാജയമായിരുന്നു. ആരും അത് വായിച്ചിരുന്നില്ല എന്നതാണ് അതിന് സത്യം. എന്നാൽ സിനിമ ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ ഇത് പറഞ്ഞു തുടങ്ങി, ഈ സിനിമയ്ക്ക് വിജനവീഥി എന്ന നോവലുമായി സാദൃശ്യമുണ്ട് എന്ന്. വിജനവീഥിയുടെ കഥയും കഥാപാത്രങ്ങളെയും പറ്റി നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സാമ്യമാണ് നമുക്ക് മണിച്ചിത്രത്താഴുമായി ഫീൽ ചെയ്യുന്നത്.